ഹായ് ഓൾ. അപ്പോൾ ഫസ്റ്റത്തെ ചാപ്റ്ററിലെ എന്തായാലും നോക്കിയിരിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ് എന്ന് പെട്ടെന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താലോ നമുക്ക്? റെഡി? യെസ്. ഫസ്റ്റത്തെ പോയിന്റാണ്, ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൽ ആദ്യം എന്തായാലും നോക്കിയിരിക്കേണ്ട പോയിന്റാണ് എനർജി കൺവേർഷൻ. പല പല ഉപകരണങ്ങളിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം, എനർജി കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടാവണം. അടുത്തതാണ് ജൂൾസ് ലോ. ജൂൾസ് ലോയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ജൂൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. അപ്പോൾ H is equal to I²RT, അതേപോലെ തന്നെ H is equal to VIT, അതേപോലെ H is equal to V²/R×T. ഈ മൂന്ന് ഇക്വേഷൻസ് എന്തായാലും നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, യെസ്. അടുത്തതാണ് സീരീസ് ആൻഡ് പാരലൽ. സീരീസ് ആൻഡ് പാരലൽ ഡിഫറൻസുകൾ ചോദിക്കും. ഓക്കെ, റെസിസ്റ്ററുകളെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ ചോദിക്കും. അതുകൂടാതെ പ്രോബ്ലംസിനും വളരെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് R is equal to R1 + R2. ഇനി പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 1/R is equal to 1/R1 + 1/R2. ഓക്കെ, ഇതിനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് എഴുതേണ്ട ഒരു കാര്യമുണ്ട്. R is equal to R1 R2 divided by R1 + R2. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, സോ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം കേട്ടോ. അതുകൂടാതെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് നിക്രോമിൻ്റെ ഫീച്ചേഴ്സ്. നിക്രോമിന് പ്രധാനമായിട്ടും 3 ഫീച്ചേഴ്സാണുള്ളത്. ആ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. അടുത്തതാണ് ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഷോർട്ട് സർക്യൂട്ടാണ് കൂടുതൽ തവണ ചോദിച്ച് കാണാറ്. അതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ടിന് ഒന്ന് പ്രാധാന്യം കൊടുത്ത് നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. യെസ്. അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് ടങ്സ്റ്റൺ. മിക്ക പരീക്ഷകളിലും ചോദിക്കാറുള്ളതാണ്. അതായത് നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ പ്രധാന ഫിലമെൻ്റ് ആണ് ടങ്സ്റ്റൺ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ. ആ ടങ്സ്റ്റൻ്റെ പ്രത്യേകത എന്താണ്? ഹൈ ഡക്റ്റിലിറ്റി, ഹൈ റെസിസ്റ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതില്ലേ, അതെന്തായാലും നോക്കിയിട്ടുണ്ടാവണേ. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ ഭാഗത്ത് സാധാരണ ചോദ്യം വരാറ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് ആണ്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് പഠിച്ചിട്ടുണ്ടാവണം. അത് ഫ്ലോ ചാർട്ടായിട്ട് നിങ്ങൾക്ക് തരും. അത് ഡിസോർഡറിൽ നിങ്ങൾക്ക് തരും, നിങ്ങളത് ഓർഡർ ആക്കേണ്ടി വരും. സാധാരണ അങ്ങനെയാണ് ചോദ്യം വരാറ് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. അടുത്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ് LED. ഇതൊരു 3 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്, LED അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഇതെന്തായാലും നോക്കിയിട്ടല്ലേ പോകുള്ളൂ.